കാരണം ഈ പരിശുദ്ധ റമദാൻ എന്തിന് എന്ന ചോദ്യത്തിന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നിരവധി കൽപ്പനകളിലൂടെ പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധ റമദാനിൽ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ പാപമോചനമായിരിക്കണം. നിങ്ങൾ ചെയ്തു പോയ പാപത്തിന്റെ ഓരോ കഥകളും റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറയണം. ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കറകൾ കണ്ണുനീരുകൊണ്ട് റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ പാപങ്ങളെ മുക്തമാക്കാൻ ശ്രമിക്കണം. കാരണം അല്ലാത്ത ദിവസങ്ങളെക്കാൾ ഓരോ സെക്കൻഡിനും പടച്ച റബ്ബ് പാപമോചനം നൽകുന്നുണ്ട്. ഓരോ നിമിഷത്തിനും അള്ളാഹു കാത്തിരിക്കുന്നുണ്ട്. റമദാനിനെ പറ്റി വിശദീകരിക്കപ്പെട്ടപ്പം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്ക്, പടച്ച റബ്ബ് കാത്തിരിക്കും അടിമ അവന്റെ തെറ്റ് റബ്ബിനോട് പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇക്കഴിഞ്ഞ 6 ദിവസങ്ങൾക്കിടയിൽ ഒരു 600 തവണ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടോ? ഒരു 60 തവണ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാനൊന്നും പാപിയല്ല, ഇതുവരെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാളും ഈ പ്രസംഗിക്കുന്ന മിമ്പറിലോ കേൾക്കുന്ന കൂട്ടത്തിലോ ഇല്ല. അത്രയേറെ പാപങ്ങൾ നമ്മൾക്ക് സംഭവിക്കുന്നുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, നെയ്യത്തിൽ പോലും പാപം പറ്റും. എങ്ങനെ? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചില ആളുകളോട് തറാവീഹിൽ പങ്കെടുക്കാൻ വേണ്ടി സൂചിപ്പിക്കുമ്പം അവര് സ്വയം സന്തോഷത്തോടെ പറയും, ഞാനൊരു 8:10 പള്ളിയിലേക്ക് പുറപ്പെടും. എന്തിനാ? എങ്കിലേ ഏസിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റൂ. നിയ്യത്തുകളിൽ പോലും പടച്ച റബ്ബിന്റെ മാർഗത്തിലുള്ള തെറ്റുകളുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവനും കഴിക്കുന്നത് പലപ്പോഴും ഹറാമാ. പലിശയിൽ 30-ൽ 1 അംശം തിന്നാൽ സ്വന്തം മാതാവിനെ വേണ്ടാത്തരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിന്നവനെ പോലെ എന്ന് പഠിപ്പിക്കപ്പെടുകയും, പലിശക്ക് സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, പലിശ കൊടുക്കുന്നവൻ, അതിന് മൗനാനുവാദം കൊടുക്കുന്നവൻ, ഇവനൊക്കെ പാപിയാണെന്ന് പറയുമ്പോ അറിഞ്ഞും അറിയാതെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഭാര്യയല്ലാത്ത പല പെണ്ണിനെയും നമ്മൾ നോക്കുന്നുണ്ട്. അനുവദനീയമല്ലാത്ത പല രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പാവപ്പെട്ടവന്റെ സങ്കടങ്ങൾ പ്രാങ്കായി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരന്റെ പച്ചയിറച്ചി നമ്മൾ തിന്നുന്നുണ്ട്. കുടുംബക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. ദീനിയാണെങ്കിലും പാപത്തിന് കുറവുണ്ടാവൂല പലരെ ജീവിതത്തിലും. അത് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആദമിന്റെ മക്കള് തെറ്റ് ചെയ്യും, തെറ്റിലേക്ക് അവര് പോകും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ, മനുഷ്യന്റെ ഹൃദയം അള്ളാഹ് പടച്ചത് തെറ്റിനോട് സമീപസ്ഥമായിക്കൊണ്ട. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് റബ്ബ് ഓർമ്മപ്പെടുത്തിയതും, ആദമേ, ഈ ഒരു മരമല്ലാത്ത മുഴുവനും നിനക്ക് ഉപയോഗിക്കാം. ഇതിനേക്കാളും ഭംഗിയുള്ള പലതും നിനക്ക് അവിടെ കാണാം. ഈ കായ്ക്കനികളെക്കാളും മധുരമുള്ളത് പലതും നിനക്ക് സ്വർഗത്തിലുണ്ട്. പക്ഷെ ആ കായ, ആ മരത്തിന്റെ അരികിലേക്ക് നീ പോകാൻ പാടില്ല. പക്ഷെ മനുഷ്യന്റെ ഒരു പ്രേരണ, റബ്ബ് സൃഷ്ടിച്ച രീതിയിലുള്ള ഒരു അവന്റെ അവസ്ഥ എന്താണോ പാടില്ലെന്ന് പറഞ്ഞത് അതിന്റെ നേരെ പോകും. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി അവന്റെ മനസ്സാഗ്രഹിക്കും. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ, ആ തെറ്റിലേക്ക് പോകുന്ന മനസ്സാണ് അവന്. ആ തെറ്റുകൾ ആവർത്തിക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ അതൊരു കറയായി അവന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും. ഓരോന്നും അവൻ മറന്നാലും റബ്ബ് മറക്കാതെ അവന്റെ ഹൃദയത്തെ വിചാരണ ചെയ്യും. സഹോദരങ്ങളെ, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനുങ്ങളും ചെയ്തതൊന്നും നമ്മളെ മനസ്സിലില്ല. എന്തിന്? ഇക്കഴിഞ്ഞ റമദാനിന് ശേഷം ചെയ്തത് എന്തെങ്കിലും ഹൃദയത്തിലുണ്ടോ? അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഹൃദയത്തിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറയായി പുള്ളിയായി അല്ലാഹ് ഹൃദയത്തിൽ അടയാളം ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഇന്നൽ അബ്ദ ഇദാ അഖ്താ ഖതീഅതൻ, ഏതെങ്കിലും ഒരു അടിമ അല്ലാഹു പഠിപ്പിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യുന്നതോടെ നുക്തത ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, അല്ലാഹ് ഉടനെ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വരുത്തും, ഒരു കറ വരുത്തും. ആ കറയങ്ങനെ വലുതാകും. അവസാനം റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ആ കറ അങ്ങനെ തന്നെയുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അല്ലാഹ് ഏറ്റവും വെറുത്തവനായി അല്ലാഹു പരലോകത്തവനെ പരിചയപ്പെടുത്തും. ആ കറകൾ കഴുകിക്കളയാനുള്ള അവസരമാണ് റമദാൻ. ചെയ്തു പോകുന്ന 100,000 പാപങ്ങൾ, കടലിലെ പതയോളം, നുരയോളം, തിരമാലയോളം. നിങ്ങൾ വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ? കള്ളു കുടിച്ചു പോയിട്ടുണ്ടോ? ബ്രൗൺ ഷുഗറും കഞ്ചാവും നിങ്ങളെ മാവുകളിലേക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉമ്മയെപ്പോലും നിങ്ങൾക്ക് ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? അന്യന്റേത് നിങ്ങൾ കൊള്ള ലാഭം എടുത്തിട്ടുണ്ടോ? നിങ്ങൾ അന്യനെ കൊന്നിട്ടുണ്ടോ?
അള്ള പൊറുക്കും. എന്താണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കറ കഴുകണം എന്ന നിയ്യത്തോടെ റബ്ബിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ഖേദിച്ചു മടങ്ങിയാൽ, അങ്ങനെ കഴുകാനും ഹൃദയം റബ്ബിലേക്ക് ചേർക്കാനും ആര് പരിശ്രമിക്കുന്നുവോ അവരെയാ റബ്ബിന് ഇഷ്ടം. അല്ലാതെ തറാവീഹ് കൃത്യം, ജുമാ കൃത്യം, വക്തുകളൊക്കെ കൃത്യം, പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒന്ന് കൈ നീട്ടുമ്പം കഴിഞ്ഞു പോയ പാപങ്ങളും പറ്റിപ്പോയ അബദ്ധങ്ങളും പറയാനും റബ്ബിലേക്ക് ഖേദത്തോടെ അവതരിപ്പിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് പരിശുദ്ധ റമദാൻ ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഇക്കഴിഞ്ഞ 6 ദിവസം കൊണ്ട് 6000 പാപം റബ്ബിനോട് നമുക്ക് പറയാനുണ്ടാകും. പലപ്പോഴും സംഭവിച്ചു പോയത് അതിലൊന്നെങ്കിലും റബ്ബിന്റെ മുൻപിൽ ഹൃദയം തുറന്ന് അവതരിപ്പിക്കാനും ഇനി ആ തെറ്റിലേക്ക് പോകുന്ന ഒരു മനസ്സെനിക്ക് ഉണ്ടാക്കരുതേ റബ്ബേ, ചെയ്തു പോയ തെറ്റിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്ക് കാണിച്ചിരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത ഒരു വിശ്വാസിന്റെ വിജയം. നമ്മൾ ഇടപെട്ടത് ഒരു ലോണിലാണെങ്കിൽ, പലിശയിലാണെങ്കിൽ റബ്ബിനോട് പറയണം, റബ്ബേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, പെട്ടെന്ന് എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ആ അബദ്ധത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചിരണം എന്ന് പ്രാർത്ഥിക്കുന്നവനെ റബ്ബിന് ഇഷ്ടമാ. എങ്കിൽ അതേ സ്ഥാനത്ത് കയ്യും നീട്ടി എല്ലാവരും ചെയ്യുന്നുണ്ട് റബ്ബേ, ആരാ അത് ചെയ്യാത്തത്? അതുകൊണ്ട് ആ വിഷയം മറന്ന് കിട്ടാനുള്ളതും ചോദിക്കാനുള്ളതും മക്കളെ വിദ്യാഭ്യാസവും പൊരണ്ടാക്കാനുള്ളതും ഇതൊക്കെ മാത്രമേ റബ്ബിനോട് പറയുന്നുള്ളൂ എങ്കിൽ അവരോട് റബ്ബിന് വെറുപ്പ. അള്ളാഹു പറയും മലക്കുകളോട്, അതിനു പുറമെ അവൻ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടത് പലതും അവന്റെ മനസ്സിലുണ്ട്, അതൊന്നും അവൻ തൊട്ടിട്ടില്ല, അതൊക്കെ അവൻ മറന്നു വിസ്മരിച്ച് അവൻ ഇനിയും കിട്ടാനുള്ളത് എന്നോട് ചോദിക്കുന്നത് എന്ന് റബ്ബ് മലക്കുകളോട് സങ്കടം പറയുമ്പോ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ പാപമോചനത്തിന്റെ ദിവസങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായി കണ്ടെത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. തീർച്ചയായും റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഖേദിച്ചു മടങ്ങുന്നവരെയാ, പാശ്ചാത്തപിച്ചു മടങ്ങുന്നവരെയാ. വയുഹിബ്ബുൽ മുതത്വഹിരീൻ. എന്നിട്ട് സ്വന്തം മനസ്സിനെ മലിനത്തിൽ നിന്ന് ശുദ്ധതയിലേക്കും വൃത്തിയിലേക്കും കൊണ്ടുവന്ന ആളുകളെ, ആ ഹൃദയത്തിനൊരു പ്രകാശം കിട്ടണമെങ്കിൽ പോലും തൗബ വേണം. നിങ്ങൾ സമയം തെറ്റാതെ നമസ്കരിക്കാൻ വന്നാൽ മതി, കുറെ ഖുർആൻ ഓതിയാ മതി, നാം മനസ്സിങ്ങനെ വെളുക്കും എന്നല്ല റബ്ബ് പഠിപ്പിച്ച്. ഹൃദയമൊന്ന് വെളുക്കാൻ, ഹൃദയമൊന്ന് പ്രകാശപ്പെടാൻ നിങ്ങൾക്ക് അള്ള തരുന്ന മരുന്ന് നിങ്ങൾ ചെയ്ത തെറ്റ് റബ്ബിനോട് ഏറ്റുപറയല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ റഅ, നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അന്നഹു ലാ യുൻശറഹ സദ്റഹു, മനസ്സിനൊന്നൊരു സമാധാനമല്ല, ഹൃദയത്തിനൊന്നൊരു വെളിച്ചം കിട്ടുന്നില്ല, നന്നാവണം എന്നൊക്കെ മനസ്സിലുണ്ട്, എന്നിട്ടും ഒരു നന്നാവാനുള്ള ഒരു മൂഡ് ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ, വലാ യഹ്സിലു ലഹു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ ഒരു മധുരം, വിശ്വാസത്തിന്റെ ഒരു ചൈതന്യം അതൊന്നും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വനൂറുൽ ഹിദായ, സന്മാർഗത്തിന്റെ വെളിച്ചവും കിട്ടിയിട്ടുണ്ട് എന്നൊരുറപ്പ് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, ഫൽയക്സിർ, നിങ്ങൾ അധികരിപ്പിക്കണം, നിങ്ങൾ ധാരാളമാക്കണം. അത്തൗബത്തു, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലും, വല്ലിസ്തിഗ്ഫാർ, പാപമോചനം തേടലും. തൗബ ചെയ്യലും പാപമോചനം തേടലും നിങ്ങളുടെ മനസ്സിനെ പ്രകാശപ്പെടുത്തും, നിങ്ങളുടെ ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു തരും, ഈമാനിന്റെ മധുരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകടമാക്കാൻ പറ്റും. ഇതൊന്നും ഇക്കഴിഞ്ഞ 6 ദിവസത്തിന്റെ അടക്കം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് മനസ്സ് ചേർത്ത് വെച്ചിട്ടില്ല. റബ്ബിന്റെ മുൻപിൽ ഹൃദയം തുറന്ന് ഒന്ന് റബ്ബിനോട് സംസാരിക്കാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. ആരോ ചാവി കൊടുത്തു വിട്ടതുപോലെ പാരമ്പര്യമനുസരിച്ചും ആ രീതിയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നൂലല്ലാതെ ഓരോ ദിവസം കൊണ്ടും എത്രയെത്ര നന്മകളാ റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടത്, എത്രയെത്ര പാപങ്ങളാ റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, എന്ത് തെറ്റ് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളെ മനസ്സിൽ അല്ല അത് പൊറുക്കൂലേ എന്ന ബേജാറ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും വേണ്ട, ആ നിരാശ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് അല്ല പുറത്തു തരും. നിങ്ങൾ എത്ര പാപം ചെയ്താലും, സ്വന്തം മാതാവിനെ ദ്രോഹിക്കുകയും ഉമ്മാന്റെ വാക്ക് കേൾക്കാതിരിക്കുകയും ചെയ്ത ജുറൈജ് എന്ന മനുഷ്യന്റെ പ്രാർത്ഥന റബ്ബ് കേൾക്കുകയും സമാധാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അറിഞ്ഞും അറിയാതെയും 1000 പാപങ്ങൾ ചെയ്തു പോയവരെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്.
റബ്ബ് തരൂലാന്ന് കരുതരുത്. ചോദിക്കുന്നതാ റബ്ബിന് ഇഷ്ടം. അള്ളാഹുവിന്റെ മലക്കുകളോട് റബ്ബ് പറയും, എന്റെ അടിമ ചോദിച്ചത് കേട്ടോ, അവൻ അവന്റെ തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവനത് കുറ്റമാണെന്ന് അവന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടായിട്ടുണ്ട്, അവൻ എന്നോടത് പറഞ്ഞല്ലോ, അവൻ എന്നെ അംഗീകരിച്ചല്ലോ, അതുകൊണ്ട് അവന്റെ പാപം, അവന്റെ കുറ്റം ഞാൻ അവന് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പന കൊടുക്കുകയും അള്ളാഹുവിന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഖേദം പ്രകടിപ്പിക്കേണ്ട ദിവസങ്ങളാ ഈ പെട്ടെന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് പറയാൻ ഭയങ്കര എളുപ്പ, 6 ദിവസം എത്ര പെട്ടെന്നാണ്. 6 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു 60 തവണ അള്ളാഹിനോടൊരു പാപം മോചിപ്പിക്കാൻ പറയാൻ നേരം കിട്ടിയിട്ടില്ലേ? വെറുതെ നാട്ടുകാരുടെ ഇടയിൽ എനിക്കൊക്കെ ദീന് ഒരുപാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും നോമ്പൊക്കെ വേഗം കഴിഞ്ഞോ എന്ന് വലിയ സങ്കടമുള്ള കാര്യാന്ന് നാട്ടുകാരെ പറയിപ്പിക്കാനും അല്ലാണ്ട് ആ വാക്കിനെ കൊണ്ട് വലിയ ആത്മാർത്ഥതയൊന്നും ഉണ്ടാവൂല. മറിച്ച് റബ്ബിന്റെ മുൻപിൽ ആ ഖേദം ഏറ്റുപറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഇനി അറിഞ്ഞുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യില്ല, ജീവൻ വെടിയേണ്ടി വന്നാലും ആ തെറ്റിലേക്ക് ഞാൻ പോകില്ല എന്ന് പറയാനുള്ള മനസ്സുണ്ടാവണം. ഒരു കാലഘട്ടത്തിൽ കിട്ടുന്നതെന്തും മോഷ്ടിച്ചു തിന്ന സഹാബാക്കൾ അവസാനം സ്വന്തം പറമ്പിൽ വീണ് കിടക്കുന്ന അയൽവാസിയുടെ കാരക്ക തൊടാൻ അവർ അറച്ചിട്ടുണ്ട്. മദീനത്തെ തെരുവിൽ ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി പാകം ചെയ്ത് തിന്ന സഹാബാക്കളിൽ പലരും സ്വന്തം വീട്ടിന്റെ അയൽപ്പക്കത്ത് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെന്നറിഞ്ഞിട്ടും യാചിക്കാൻ വേണ്ടി കയറി ചെന്നിട്ടില്ല. കാരണം അവർക്കറിയാം കഴിഞ്ഞു പോയ കാലങ്ങൾ അത്രയും ചെയ്തു പോയത് അള്ളാഹുവിങ്കിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ആ തെറ്റാവർത്തിക്കാൻ പാടില്ല എന്ന്. ആ ചിന്തയാണ് ഒരാളെ മനസ്സ് നന്നാവാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ കൊല്ലവും ചെയ്തു, ഈ കൊല്ലവും ചെയ്തു, എനിക്ക് അതില്ലാണ്ട് അടുത്ത കൊല്ലവും മാറിക്കാൻ പറ്റൂല എന്നൊരു മനസ്സിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ച കേവലം ദിക്റുകൾ നാവുകളെ കൊണ്ട് പറന്നുപോയി എന്നല്ലാതെ ആ പ്രാർത്ഥനകൾക്ക് പടച്ചോൻ വലിയ ഉത്തരവൊന്നും തരൂല. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ അബദ്ധങ്ങൾ പറ്റിപ്പോയി. ആ അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അവൻ റബ്ബിനോട് പാപമോചനം നടത്തി. എങ്കിൽ അങ്ങനെ പാപമോചനം നടത്തുന്ന ആളുകൾക്ക് പടച്ച റബ്ബിനറിയാം അവൻ അബദ്ധത്തെ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ഇനി അവനെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത റബ്ബിനാ. അതുകൊണ്ട് അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കുകയും അവനെ സത്യത്തിലേക്ക് എത്തിക്കാനുള്ള വഴി അള്ളാഹു കണ്ടെത്തുകയും ചെയ്യും. ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോ മുൻഗാമികളായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു ഹറാമെന്ന് മാറി നിൽക്കാനാ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വഴി ആലോചിക്കും. ഇനി അതല്ല, ആ ഹറാമ് ചെയ്തോണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു മനസ്സില്ലാതെ ആ ഹറാം ഇങ്ങി പൊരുത്തപ്പെട്ട് തരണം എന്ന് മാത്രം പ്രാർത്ഥിച്ച പടച്ചോൻ അവന്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടത്ര ഉത്തരം കൊടുക്കുകയും ചെയ്യുകയില്ല. അള്ളാഹുവേ, പലിശയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം, ഇനി എന്റെ ജീവിതത്തിൽ ഒരു കാലണയുടെ ഹറാമായ ഒരു വസ്തുവോ പണമോ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അള്ളാഹു അവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി തേടും, അവനൊരു മാർഗം കാണിച്ചെടുക്കും. പക്ഷേ ചിലര് പ്രാർത്ഥിക്കുന്നത് എനിക്കെന്റെ കടം വീട്ടാൻ പറ്റണം, എനിക്ക് ആ കാര്യങ്ങൾ എളുപ്പമായി കിട്ടണം എന്നു മാത്രാണെങ്കിൽ വീണ്ടും അവൻ ആ കടം തീരുമ്പോ, ആ ബാധ്യത തീരുമ്പോ അടുത്ത അവന്റെ ചിന്ത വരും, ആ പ്രശ്നത്തിലും ലോൺ എടുക്കാം, ഈ പ്രശ്നത്തിലും പലിശയിൽ ഇടപെടാം. അഥവാ നന്നാവാനുള്ളൊരു മനസ്സില്ലാതെയാണ് തൗബ ചെയ്യുന്നതെങ്കിൽ ആ തൗബക്ക് കേവലം ദിക്റുകളുടെ വില പോലും അല്ലാഹ് നിശ്ചയിക്കുന്നില്ല എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുൻഗാമികളായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ ദിവസങ്ങളാ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റമളാനിന്റെ പകലുകളിലും രാവുകളിലും ഓരോ മിനിറ്റിനും അള്ളാന്റെ അടുത്ത് കൂലിയ, പകലത്രയും കൂലി. അതുകൊണ്ടാ അള്ളാഹ് ഓർമ്മപ്പെടുത്തിയതും പ്രവാചകനിലൂടെ, നോമ്പുകാരന്റെ വായ്നാറ്റത്തിന് പോലും അള്ളാന്റെ അടുത്ത് കൂലിണ്ട്, അവന്റെ ക്ഷീണത്തിന് പൊടിയുന്ന വേർപ്പിന് പോലും അള്ളാന്റെ അടുത്ത് കൂലിണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നമുക്ക് കിട്ടാനുള്ളത് മാത്രം പറയാതെ പറ്റിപ്പോയ പാപങ്ങളും അബദ്ധങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറയുക, റബ്ബിന്റെ മുൻപിലേക്ക് അങ്ങ് അവതരിപ്പിക്കുക. അവിചാരിതമായും അപ്രതീക്ഷിതമായും ജീവിതത്തിൽ സംഭവിച്ചു പോയതിന്റെ പേരിൽ പിന്നെ ഒരു കുറ്റബോധമോ ഞാൻ നന്നാവൂല എന്നുള്ള സ്വയം ഒരു തീരുമാനമോ എനിക്കൊന്നും പടച്ചോൻ അങ്ങനെ തരൂല, ബർക്കത്തുണ്ടാവൂല എന്നുള്ള ചിന്തയോ ഉണ്ടാവരുത്. അള്ളാഹിനെ ഏൽപ്പിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ ഇനിയും അള്ളാഹ് എത്ര നീട്ടിത്തരും ഉറപ്പില്ലാത്ത ദുനിയാവിൽ, എത്ര മിനിറ്റ് കിട്ടും ഉറപ്പില്ലാത്ത ദുനിയാവിൽ സമ്പാദ്യത്തെക്കാൾ മറ്റെന്തിനേക്കാളും വില കൊടുക്കേണ്ടത് നമ്മളെ നിമിഷങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമാ. അങ്ങനെ റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു നല്ല വിശ്വാസിയാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.